ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു എസ്തറ്റിക് ജേണൽ ഡയറി കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഈ ഒരു ഡയറി നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കിയാലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാവേ. അതിന് നിങ്ങളുടെ കയ്യിലുള്ള പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തോണ്ട് പോര്. അതിലിങ്ങനെ കുറച്ച് പേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ ഡയറിലോട്ട് പേജസ് ആയിട്ട് എടുക്കാന്നേ. അപ്പൊ ഞാൻ അങ്ങനെയുള്ള കുറച്ച് പേജസ് ഒക്കെ എടുത്തത് ഇങ്ങനെ ഒരുപോലെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബുക്കാക്കി എടുക്കണ്ടേ? എന്റെ കയ്യിൽ പിന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതേ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിടുമ്പോ കുത്തിയിടുമല്ലോ പിന്നെ, ആ പിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അത് കുറച്ച് ഗ്ലൂ ഒക്കെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. അത് സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. അതിനിതാ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഞാൻ പിങ്ക് എടുക്കാനാണ് വിചാരിച്ചത്, പക്ഷെ ലാസ്റ്റ് യെല്ലോയിൽ ഫൈനലൈസ് ചെയ്തു. ഇനിതാ ആ യെല്ലോ കളർ വെച്ചിതാ ഇങ്ങനെ കുറച്ച് ഗ്രിഡ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ സംഭവം എന്ന്? അതന്നെടാ നമ്മുടെ ഡയറിക്ക് ചട്ട വേണ്ടേ, അതും എസ്തെറ്റിക് ആയിട്ടുള്ളത്. ആ പരിപാടിയാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പതുക്കെ ചെയ്താൽ മതി, ഒരു ധൃതിയില്ല. കാരണം നമ്മൾ ഇതിന്റെ മുന്നേ ഒരു സംഭവം സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് സെറ്റ് ആവണം, അല്ലെങ്കിൽ മൊത്തത്തിൽ പണി വാളും. ഏറ്റവും നല്ലത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്തിട്ട് നേരം എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതാ നമ്മുടെ വരച്ച പേപ്പറിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കാർഡ്ബോർഡ് വെക്കുന്നുണ്ട്. ഈ കാർഡ്ബോർഡിന്റെ അളവെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡയറി ഉണ്ടാക്കാനായിട്ട് പേജസ് കട്ട് ചെയ്തില്ലേ, അതിന് കുറച്ച് വലുത്. ആ നടുവിലുള്ള കഷ്ണം എന്ന് പറയുന്നത് നമ്മൾ എത്ര തിക്കിലാണോ പേജസ് എടുക്കുന്നത് ആ ഒരു അളവിൽ വെച്ച് കൊടുത്താൽ മതി. അത് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദാ ഇങ്ങനെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ദാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ഒരു ബുക്കിന്റെ ചട്ട പോലെയൊക്കെ ആയില്ലേ? ഇനി നമ്മൾ നേരത്തെ സെറ്റ് ആവാൻ വെച്ച നമ്മുടെ ഡയറിയുടെ പേജസ് അത് ഇതിന്റെ നടുവിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒട്ടും മറക്കരുത്. അത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സെറ്റായി കിട്ടിയില്ലെങ്കിൽ മൊത്തത്തിൽ പണിവാളും കേട്ടോ. അപ്പൊ ദാ നമ്മുടെ പേജസ് കൂടെ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്യൂട്ട് എസ്തെറ്റിക് ഡയറി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഡയറി സെറ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് അതിനൊരു മേക്ക് ഓവർ കൊടുക്കാം. അതിനിതാ എന്റെ കയ്യിലുള്ള കുറച്ച് ലേസ് ഒക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതാ ഇങ്ങനെ 4 സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എന്നോ പുറത്തു പോയപ്പോ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാ. ഇപ്പൊ ഇങ്ങനെയും യൂസ് ആയല്ലോ. എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ മേക്ക് ഓവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് അതില് ജേണൽ ഡയറി എന്നൊക്കെ ഒന്ന് എഴുതി വെക്കണ്ടേ? അത് ഞാൻ എങ്ങനെ എഴുതും എന്നുള്ളത് കുറെ ആലോചിച്ചു. ലാസ്റ്റ് കിട്ടിയതാണത് ഈ ഒരു ഐഡിയ. ഒട്ടിച്ചു കഴിയുമ്പോൾ ബോറാവോ എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇല്ലടാ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് എസ്തെറ്റിക് ആൻഡ് ക്യൂട്ട് ജേണൽ ഡയറി ആണല്ലോ. അപ്പൊ ഒരു വൈറ്റ് ബോയ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊന്നുകൂടെ അടിപൊളിയാക്കാൻ ഇതാ അതിന്റെ മുകളിൽ ഒരു ഹാഫ് ബീഡ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജേണൽ ബുക്ക് തന്നെ ആയിരുന്നു എന്റെ ആവശ്യം. ഫൈനൽ ലുക്ക് അങ്ങനെ അടിപൊളിയായി കിട്ടിയതിന് എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. സംഭവം അടിപൊളിയായിട്ടില്ലേ? ഇപ്പൊ നമുക്ക് ജേണൽ ചെയ്യാനായിട്ട് ഒരു ഡയറി ഒക്കെ ആയില്ലേ, എന്നിട്ട് പിന്നെ എങ്ങനെ ഒരു ജേണലൊക്കെ ചെയ്യാതെ പോവാ? എന്നാ പിന്നെ ഈസി ആയിട്ടുള്ള ഒരു ജേണൽ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളത്. ജേണൽ ആയാലും ജേണൽ ഡയറി ആയാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോ ഓക്കേടാ, ബൈ.